അപ്പോൾ ഏത് പുഴുവിനെയും ഏത് പുല്ലിനെയും കണ്ടാലും ഞാൻ അവിടെ എല്ലാം പടം എടുക്കും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് എൻ്റെ കയ്യിൽ 100-300 പടമുണ്ട്, അവരുടെ കയ്യിലൊരു 30 പടം കാണും. ഇപ്പോൾ ബാലനിങ്ങനെ നോക്കി, ബാലനെ ഇതിനകത്തോടെ ഇങ്ങനെ നോക്കി വെച്ച് കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതെന്താണ് ബാലൻ പറയുന്നത്, ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഫ്രെയിമില്ല. മൈത്രേയൻ വന്നപ്പം ഫ്രെയിം കൊണ്ട് ഇരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട്, ഞാനങ്ങനെ ആലോചിക്കുന്നേ ഇല്ല. അപ്പം ഒരു ഫ്രെയിമും ഇല്ലാത്ത ഒരിടത്ത് അങ്ങ് പടമെടുക്കുകയാണ് ഒരുത്തൻ. അത് ബാലനിങ്ങനെ കളിയാക്കി തമാശയാക്കി. അപ്പോഴാണ് ഞാനും അതങ്ങനെ ആലോചിച്ചത്, ഞാൻ ഈ കാണുന്നതെല്ലാം എടുക്കും. അങ്ങനെയായിരുന്നു പടം എടുക്കുന്നത്. അപ്പോൾ ആ പടങ്ങളെല്ലാം കണ്ടിട്ട് പക്ഷേ ബാലൻ പറഞ്ഞ് മറ്റാരും കാണാത്ത ചിലതൊക്കെ കാണും കേട്ടോ എന്നിങ്ങനെ ഒരു അഷ്വറൻസ് തരുന്ന തരത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പടം എടുക്കുന്ന, അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസത്തെ അവിടുത്തെ ഒരു ജീവിതമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പറമ്പിക്കുളത്ത് എല്ലാവർക്കും പോകാവുന്ന ഒരു സ്ഥലമാണത്. എനിക്കൊന്ന് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന, കാട്ടിലെ ഏറ്റവും നല്ല കാട്ടിനകത്ത് കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടുത്തെ DFO ആയിരുന്ന ആളിനെ, അയാൾക്ക് നേരത്തെ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തിയൊക്കെ അറിയുന്ന ഒരാളും കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല അനുഭവമായിട്ട് പറമ്പിക്കുളം മാറുന്നു. ആ ഇനിഷ്യേഷൻ പിന്നെ കുറച്ച് നാളത്തേക്ക് കാട്ടിലെ ബാലൻ പോകുന്ന എല്ലാ ക്യാമ്പിലും ഞാൻ പോകുന്ന എനിക്കൊരു 4 തവണയെങ്കിലും ഞങ്ങൾ കബനിയിലാണ് പിന്നെ ഒരു 3 തവണ പോയി. അപ്പോൾ വയനാട്ടിൽ തോൽപ്പെട്ടി ഭാഗത്ത് ഇവിടെ എല്ലാം ബാലൻ്റെ കൂടെ പോകാൻ എനിക്ക് അന്ന് കഴിഞ്ഞു. അങ്ങനെ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിലവാരത്തിൽ ഇവരുടെ കൂടെ നടക്കുന്നുണ്ട്. വേഷമൊക്കെ കണ്ടാൽ നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു കോട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ആദ്യത്തെ തവണ തന്നെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. തൊപ്പി ഒക്കെ വെച്ച് കണ്ടാലൊരു ഇടുപ്പുണ്ട്, പക്ഷേ എൻ്റെ ക്യാമറ കഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ക്യാമറ ലെൻസ് ഇല്ലാത്തൊരു ഫോട്ടോഗ്രാഫറാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അല്ലാത്ത സാധാരണ മനുഷ്യരുടെ പടമൊക്കെ എടുക്കുന്നതിനും ചുറ്റുപാട് ഒക്കെ എടുക്കുന്ന അതിനൊക്കെ എൻ്റെ എല്ലാ ലെൻസ് മതി. പക്ഷേ കാട്ടിൽ പോയി പടം എടുക്കാനായിട്ടുള്ള ഒരു യോഗ്യത സത്യത്തിൽ എൻ്റെ ക്യാമറ കൊണ്ടില്ല. എന്നിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ കബനി പോയിട്ട് ബാലൻ പറഞ്ഞ് നമുക്ക് കടുവായ കിട്ടാനുള്ള സാധ്യതയുണ്ട്, നോക്കിക്കണമെന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ദിവസം ആദ്യത്തെ മണിക്കൂർ ഞങ്ങൾ കടുവയെ കണ്ടു. അപ്പോൾ കടുവയുടെ പടമൊക്കെ എടുക്കുമ്പോൾ ബാലൻ പറയാണ്, ഞാൻ 24 വർഷമായിട്ട് ഈ കാട്ടിൽ വന്നിട്ടുണ്ട്, ഈ കബനിയിൽ ഇതുവരെ ഒരു കടുവയെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ അങ്ങനെ ഭാഗ്യമൊന്നും മനസ്സിലാകുന്നില്ല. കാട്ടിൽ പോയി കടുവയുടെ പടം എടുത്തു എന്നുള്ള ലൈനിലാണ്. എന്നിട്ട് നമ്മൾ കടുവയുടെ പടമൊക്കെ എടുത്ത് എന്നിട്ട് അതിനകത്ത് കൊള്ളാത്ത പടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ബാലൻ പറയുകയാണ്, ഒരു പടം കളയാൻ പറ്റത്തില്ല, കടുവയെ ഇങ്ങനെ കിട്ടത്തില്ല, ഇതൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ പറയാണ്, എന്താണ് അനുഭവിച്ചതെന്നുള്ളതിൻ്റെ വില പോലും അറിയാത്ത മണ്ടന്മാരാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കാന്ന് ചെന്ന ദിവസം തന്നെ കടുവയുടെ പടമൊക്കെ ഇട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഗെയിമേലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾക്ക്. ആ ഒരു കടുവ വെള്ളത്തിൽ കിടക്കുന്ന സമയത്തായിരുന്നു നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ അതിനെ കരയ്ക്ക് നടക്കുന്ന, അപ്പോൾ നല്ല പടങ്ങളും കിട്ടി, കടുവയുടെ നല്ല പടങ്ങൾ കിട്ടി. അത് ആന, അതുപോലെ തന്നെ ഒരു സീരീസ് ഓഫ് മൃഗങ്ങളുടെ പടങ്ങൾ എല്ലാം വളരെ ക്ലോസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടിയ. ഈ കേരളത്തിനകത്ത് മഴ എപ്പോഴും വളരെ കുറച്ച് കാലത്ത് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഈ സമ്മർ എന്ന് പറയുന്നത് സമയത്ത് അപ്പോഴും വെള്ളമുള്ള ഒരു സ്ഥലമാണ് കേരളം. അവിടെ നമ്മുടെ ഈ കേരളത്തിൻ്റെ മലയുടെ ഇങ്ങേ സൈഡിലുള്ള മൃഗങ്ങൾ നമുക്ക് ശരിക്കും പാടാണ് കേരളത്തിൽ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കുക എന്ന് പറയുന്നത്. അതേസമയത്ത് ഈ മലയുടെ മറുവശത്തോടെ എത്തിക്കഴിഞ്ഞാൽ മഴ വളരെ കുറയുന്ന സ്ഥലങ്ങളാണ്. അവിടെയും വലിയ കാടുണ്ട്, പക്ഷേ ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കബനി നദിയുടെ ഡാം കെട്ടിയിരിക്കുന്നിടത്ത് വന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഡാമിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ കിട്ടും.
ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒരു 5 മണിക്കൂർ കുത്തിയിരുന്നാൽ കണ്ടെത്തുന്ന മൃഗങ്ങൾ അവിടെ നമ്മൾ കണ്ടാൽ ശ്രദ്ധിക്കാത്ത തരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര വ്യത്യാസമാണ്. ഒരു വേനൽക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ, പ്രത്യേകിച്ചും വെള്ളമുള്ള സ്ഥലത്ത് കാട്ടിൽ പോവുകയാണെങ്കിൽ മൃഗങ്ങളെ ഇഷ്ടം എല്ലാത്തിനെയും കാണാൻ പറ്റും. അതൊരു അറിവാണ്. ഈ കാട്ടിൽ പോയി എവിടെ പോകണേ, എങ്ങനെ കാണണമെന്ന് നമ്മൾ ശരിക്കും നമുക്ക് മൃഗങ്ങളെ കാണണമെന്ന് കണിശമായി കാണും എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കബനി പോലത്തെ കാട്ടിലെ. പ്രത്യേകിച്ചും ഒരു വേനൽക്കാലത്ത് കാട്ടിൽ പോയാൽ വെള്ളമുള്ളിടത്ത് ഈ ജീവികളെല്ലാം ഒരു സിമ്പിളായ നോളജാണ്. പക്ഷേ അത് അങ്ങനെ മനസ്സിലാക്കാതെ നമ്മളിപ്പോൾ കാട്ടിൽ പോയി കുത്തിയിരുന്നാൽ വളരെ റെയറായിട്ടായിരിക്കും ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ കാണത്തുള്ളൂ. അപ്പോൾ ഈ കേരളത്തിൻ്റെ കാട്ടിനകത്ത് നടന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു 50 കിലോമീറ്ററും കൂടെ അപ്പുറത്തോട്ട് പോയി കാട്ടിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് പടം എടുക്കാൻ, ഇഷ്ടംപോലെ കിട്ടും. കബനി എന്ന് പറയുന്നത് അതിന് സിസ്റ്റം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മളെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് പടമെടുക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന നിലവാരത്തിൽ വലിയ നമ്മുടെ കേരളത്തിനകത്തെ ഫോറസ്റ്റിന് സാധാരണ ജീപ്പുകളേ ഉള്ളൂ. മറ്റേതങ്ങനെയല്ല. ഈ വലിയ വാന്, ബസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ തരത്തിൽ ഇപ്പോൾ ഒരു കൊച്ചു വണ്ടിയായാലും ഓപ്പണായിട്ട് നിൽക്കുന്ന നിലവാരത്തിലുള്ള സ്ഥലമൊക്കെയുള്ള നമുക്ക് ഇരിക്കാൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള വാഹനങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ പടം എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ജീപ്പിനകത്ത് കയറിയാൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് സർക്കസ് കളിച്ചിട്ട് മാത്രമേ പടം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റേത് അങ്ങനെയല്ല. അവർ ഈ ഫോറസ്റ്റിനകത്ത് പാത ഒരുക്കിയിട്ടുണ്ട്. ആ പാത ഒരുക്കുക എന്ന് പറയുന്നത് വണ്ടി അടുത്തു നിന്ന് ഒരു 40 അടിയെങ്കിലും അകലെയുള്ള ഷ്രബ്, നമ്മുടെ താഴെയുള്ള കുറ്റിക്കാടുകൾ വെട്ടി മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു മൃഗം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ അത് ചെയ്യാത്ത ഈ കാട്ടിനകത്ത്, നമ്മുടെ കാട്ടിനകത്ത് പോയാൽ തൊട്ടടുത്ത് മൃഗങ്ങൾ ഇരുന്നാലും നമുക്ക് കാണാനൊക്കെ പറ്റില്ല. കാരണം കുറ്റിക്കാടിനിടയിലായിരിക്കും അവർ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു മെക്കാനിസം അവർ ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് ദൂരെ ഒരു മൃഗം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി അങ്ങ് എത്തുമ്പോഴും അവർ ഒരു 40 അടി വീതിയിൽ കാട് വെട്ടി നിൽക്കുന്ന സ്ഥലത്തായതുകൊണ്ട് നമുക്ക് പടം കിട്ടും. അപ്പോൾ അത് അവിടെ ആ ഫോട്ടോഗ്രാഫിയും ഉന്നം വെച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയാലാണ് പടം എടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ലെൻസ് കൊണ്ട് ഒരിക്കലും ഒരു പടം എടുക്കാനൊക്കാതിരിക്കുന്ന സ്ഥലമായിപ്പോയാൻ. അവിടെ ആയതുകൊണ്ടാണ് കബനി പോയതുകൊണ്ടാണ് അത്രയും പടങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. 2ാം തവണ അവിടെ പോകുന്ന സമയത്ത് ഈ ലെപ്പേർഡിനെ കിട്ടി. അത് ഇതുപോലെയാണ്. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റോളം ഈ പുലി അവിടെ ഇങ്ങനെ അതിൻ്റെ മുൻവശത്ത് ഞങ്ങൾ റോഡിൽ തന്നെയുള്ള ഒരു എടുത്തിരുന്ന് വെള്ളം കുടിക്കുക. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗട്ടർ പോലെ ഉണ്ടായിരുന്നു, അതിനകത്ത് വെള്ളം നക്കി കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് നടക്കുന്ന ഇങ്ങോട്ട് നടക്കുന്ന, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം ഞങ്ങൾ അതിനു വേണ്ടി പടങ്ങളെടുത്തു. അങ്ങനെ കടുവായും പുലിയും ആനയും എല്ലാ സാധനങ്ങളുടെയും പടങ്ങൾ എടുക്കാൻ പറ്റി. കാട്ടിപ്പോയി വടക്കേന്ത്യയിൽ പോയാൽ മാത്രമേ നമുക്ക് സിംഹത്തിനെ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ഇവിടെ കിട്ടാവുന്ന മുഴുവൻ സാധനത്തിന് ഒരുവിധമുള്ള എല്ലാ ജീവികളുടെയും അതുപോലെ തന്നെ കിളികളുടെയും പടങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഈ അവരുടെ കൂടെ കൂടി ഞാൻ പറഞ്ഞില്ല, ബേഡിങ് എന്ന് പറയുന്ന മേഖലയിലുള്ള അറിവ്, ഞാൻ കുറച്ച് മൃഗങ്ങളുടെയും ഇതിൻ്റെ ഈ കിളികളുടെയൊക്കെ പേരൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറന്നുപോയി. ഞാൻ അതുപോലത്തെ അന്നത്തെ പോലെ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷേ അതൊരു നല്ല അനുഭവമായിരുന്നു. അപ്പം കബനിയിൽ ഈ പറമ്പിക്കുളത്ത് കബനിയിൽ, അത് കഴിഞ്ഞിട്ട് തോൽപ്പെട്ടി മാനന്തവാടി ഭാഗത്ത്, അതുപോലെ തേക്കടി, ഇവിടെ എല്ലാം പോയി പടം എടുത്തായിരുന്നു. അങ്ങനെ ഒരു പടം, മൃഗങ്ങളുടെ പടം എടുക്കുകയും അല്ലാത്ത പടങ്ങൾ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 300 തൊട്ട് 1000 പടം വരെ എടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്.
ആകെ ഉള്ളത് ഞാൻ വേറൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പടങ്ങളൊക്കെ നോക്കി വേണ്ടാത്ത കളഞ്ഞും അല്ലാത്തതൊക്കെ കറക്റ്റ് ചെയ്തും ഒക്കെ എടുക്കാനാണെങ്കിൽ ഭയങ്കര ഒരു വർക്കാണ്. അപ്പം ഞാൻ സത്യത്തിൽ വായനയും പഠനവും എൻ്റെ വ്യക്തിപരമായ ലെവലിൽ ചെയ്യുന്നു എന്നുള്ളതും പടം എടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് സത്യത്തിൽ ആ സമയത്ത് ചെയ്യുന്നത്. കുറേ നാൾ പിന്നെ വ്യക്തിഗതമായി ആൾക്കാരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനകത്ത് അവരുടെ ജീവിതത്തിനെ പറ്റി സംസാരിക്കുകയും പറയുകയും ചെയ്യുമെന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. ഈ ആളുകളെല്ലാം എൻ്റെ അടുത്ത കൂട്ടുകാരായിട്ട് ഒരു മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സ് മുഴുവൻ മാറി അവരുടെ പേഴ്സണൽ ലൈഫിനകത്തൊക്കെ ഞാൻ പോവുകയും അവരുടെ ഒപ്പം ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് മാറുകയും ചെയ്തു. അനീഷിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പോൾ സ്ഥിരം സന്ദർശകനും താമസക്കാരനുമായി ഞാൻ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാലയളവാണ്. ഞാൻ ആ ഫോട്ടോഗ്രാഫിയിൽ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ മറ്റുള്ള മേഖലകൾ ഞാൻ എക്സ്പ്ലോർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് തൃശ്ശൂർ കോൾപ്പാടങ്ങളിലാണ്. അത് മറ്റേ പോൾസൺ റാഫേൽ എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ പോയി താമസിക്കും. അപ്പോൾ പോൾസൻ്റെ മക്കളും ഒക്കെ എൻ്റെ എന്താ പറയണ്ടേ ഗിനി പിഗുകളാണ്. അവരെ പരീക്ഷണ വസ്തുക്കൾ പടമെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ രാവിലെ ഉണർന്ന് ഞാനൊരു 5:30 എണീറ്റ് പോവും. അപ്പോൾ കോൾപ്പാടം അതിൻ്റെ ലൈറ്റ് ആദ്യമായിട്ട് വീഴുന്നതും അതിലെ മാറ്റങ്ങളും എല്ലാം എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ. അതുപോലെ തന്നെ രാത്രിയിൽ അതിരാവിലെ ആകാശത്ത് ഈ നക്ഷത്രവും പിന്നെ ചന്ദ്രൻ്റെ ഒക്കെ പടം സത്യത്തിൽ നല്ല ഭംഗിയുള്ള പടങ്ങൾ എടുക്കാൻ പറ്റും. ചില പടങ്ങളൊക്കെ എനിക്ക് ഈ വെള്ളം ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ വീക്ക്നെസ്സാണ്. വെള്ളത്തിനകത്ത് ഓളം അനങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ആ റിഫ്ലക്ഷൻസ് പടം എടുക്കുക എന്ന് പറയുന്നത് എനിക്കങ്ങ് ഉണ്ടായിപ്പോയതാണ്. പിന്നെ ഈ ആർട്ടിസ്റ്റുകളായ സുഹൃത്തുക്കളാണ് പറയുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് വാല്യൂ ഒക്കെ ഉണ്ടെന്നൊക്കെ അവർ പറയാറുണ്ട്. ഞാനിതുവരെ നമ്മുടെ ഒരു പടമെടുത്ത് പ്രദർശനമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പലപ്പോഴും അവരെല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാനും ഇടയ്ക്ക് ആലോചിക്കും. പിന്നെ നോക്കുമ്പോൾ അതിനൊരു ഇതുപോലെയാണ്, ഒരു വലിയൊരു പണിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കാരണം കൊണ്ട് ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഒഴിച്ച് പിന്നെ ചില സൈറ്റുകളിലൊക്കെ ഞാൻ കുറേ പടം ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനകത്ത് അങ്ങോട്ട് മറ്റു തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ഫോട്ടോഗ്രാഫറാണെന്ന് അറിയപ്പെടുന്ന നിലവാരത്തിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. ആകെ പടമെടുത്ത് ആദ്യം പ്രൈസ് അടിച്ച് തായ്ലൻഡിൽ പോയതാണ് ആകെ. അതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പടമെടുത്ത് ഞാൻ എൻ്റെ ഈ പുസ്തകം കൊടുക്കുന്ന പോലെ തന്നെയാണ് പടം. ലോകവ്യാപകമായ ഞാൻ എടുത്ത പടങ്ങൾ എൻ്റെ അവർ ചോദിക്കും, ഞാൻ അത് അയച്ചു കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ അവരുടെ വീട് മുഴുവൻ അലങ്കരിക്കാൻ എൻ്റെ പടം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പാകിസ്ഥാൻകാരി, അവർ ഡോക്ടറാണ്. അവർ പാകിസ്ഥാൻ്റെ ഹിമാലയത്തിൻ്റെ തുമ്പ് പാകിസ്ഥാനിലുള്ളടത്ത് വളരെ ബ്യൂട്ടിഫുള്ളായ പറഞ്ഞാൽ അവിടുത്തെ പടങ്ങൾ അവളെടുത്ത് എനിക്കിങ്ങനെ അയച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ടാൽ നമ്മൾ സ്വിറ്റ്സർലൻഡാണെന്ന് തോന്നുന്ന അത്രയും ഭംഗിയാണ്. ആ ബലൂചിസ്ഥാൻ്റെ മേൽവശമാണ്. പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സ്ഥലത്താണ് അവരുള്ളത്. അപ്പോൾ അവർ ഇപ്പം ഗൾഫിലിരിപ്പുണ്ട്, അവിടുത്തെ ഡോക്ടറാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുകയും എൻ്റെ ഈ പടങ്ങൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ ക്ലിനിക്ക് നിറച്ച് എൻ്റെ പടം വെച്ചിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു ബന്ധമാണ്. ഇന്നും അവർ എൻ്റെ സുഹൃത്തായിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതൽ 12 വർഷത്തോളം ആകാൻ പോകുന്നു. എനിക്ക് ഈ പടം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് എൻ്റെ പടങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ല എന്ന് എഴുതി എല്ലാത്തിൻ്റെയും ചവിട്ടിൽ എഴുതി വയ്ക്കുമായിരുന്നു. ആദ്യകാലത്ത് മുഴുവൻ സമയത്ത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റോടാണ് പടങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നത്. ആളുകൾ പടം എടുക്കുന്നതിന് എനിക്കെതിരൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പടം ഞാൻ അപ്ലോഡ് ചെയ്ത്, അതുപോലെ തന്നെ അവരിപ്പോൾ പടം കണ്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഞാനത് അപ്പോഴേ തന്നെ അയച്ചു കൊടുക്കുമായിരുന്നു. അതായിരുന്നു കുറേ നാളതായിരുന്നു പടം എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഫിലിമുള്ള സമയത്ത് നമ്മൾ പടം എടുത്താൽ ഇതിൻ്റെ കോപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിഞ്ഞു പോകും.
ഇപ്പോൾ ഈ ഡിജിറ്റൽ ആയതോടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും ആൾക്കാർ കൊടുക്കരുത്. നമുക്ക് യാതൊരു ഒരു പടം എടുത്തു എന്നുള്ളതല്ലാതെ അതിൻ്റെ മുകളിൽ പിന്നൊരു എക്സ്പെൻസ് ഇല്ല. ക്യാമറ എക്സ്പെൻസ് മാത്രമാണ് സത്യത്തിലുള്ളത്. പിന്നെ ഈ ഡേറ്റ അതൊക്കെ വളരെ തുച്ഛമായ ചിലവുകളേ ഉള്ളൂ. അപ്പോൾ ഇന്നൊക്കെ നമുക്ക് അതുകൊണ്ട് ആ നിലവാരത്തിൽ ഡിജിറ്റലായിട്ട് ഈ പടങ്ങൾ മാറിയതോടെ, ആദ്യമൊക്കെ ഡിജിറ്റലായ ഇതിൻ്റെ പിക്സൽ കുറവാണ്, അതിനകത്തെ വ്യക്തതയും ക്ലാരിറ്റി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ അതെല്ലാം അങ്ങ് മാറി. ഇന്നിപ്പോൾ ഈ ഹോർഡിങ് വെക്കുന്നതിന് മുഴുവനും ഡിജിറ്റലായിട്ടുള്ള പടങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലയോ, അല്ലെ പഴയ അനലോഗ് ഫിലിം ആവശ്യമേ ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ഒരു ടെക്നോളജിക്കൽ എൻ്റെ തന്നെ സ്വന്തം ജീവിതത്തിനകത്ത് ഈ മാറ്റം എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് നമുക്ക് കാണാം. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഇതുകൊണ്ട് ഉണ്ടായ വ്യത്യാസമാണ് അതൊക്കെ. പുതിയ കണ്ടുപിടുത്തങ്ങളെന്ന് പറയുന്ന അനന്തമായ സാധ്യതയാണ്. ഇപ്പോൾ സിനിമ, നമ്മൾ ഈ കാണുന്ന സിനിമകളൊക്കെ എടുക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ എളുപ്പമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പഴയ പോലൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇങ്ങനെ ഈ പടങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ സംസാരിക്കാനും പറയാനും ഒക്കെ മാറുന്ന സമയത്ത് പടം എടുക്കുന്നത് കുറയുന്ന വലിയൊരു ഇതാണ്. കാരണം അത്രയും വലിയ ടൈം വേണം. അത് വേറെ ഒന്നുമില്ല. പടം എടുത്ത് നമ്മൾ നോക്കണ്ടേ ഒന്ന്, അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ കളറ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു പടം വിഷ്വലി കൊള്ളാം എന്ന് പറയുന്നിടത്തേക്ക് മാറ്റി മാറ്റി ഓരോന്നും നോക്കി വേണ്ടാത്തതൊക്കെ കളഞ്ഞ് എഡിറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് ഈ സമയത്ത് എടുത്ത് എവിടെയാണെന്നൊക്കെ ചെയ്യുന്ന ഒരു നല്ല വർക്കാണ്. അപ്പോൾ നമുക്കൊരു പടം എടുക്കുക മാത്രമല്ല, ഈ പണിയും കൂടെ ചെയ്യുമ്പോഴത്തേനും വേറൊരു സമയവും കിട്ടത്തില്ല. ഇതെന്നെ നന്നായിട്ട് ബാധിച്ചായിരുന്നു. എൻ്റെ ഒരു 2010 തൊട്ട് ഒരു 16 വരെ നല്ല വർക്കായിട്ട് മാറിയായിരുന്നു ഈ പടം എടുക്കുക എന്ന് പറയും. അതാണ് ഒരു ഈ സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയത്ത് തന്നെയായിരുന്നു ഞാൻ ഈ വായനയും പഠനവും ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായി. അപ്പോൾ അത് ഓരോ മേഖലയിലായിട്ട് ചെയ്യേണ്ടി വന്നു. നമ്മളിപ്പോൾ ലോകത്തിനെ പറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ അത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നൊരു ചോദ്യം വരും. അതേപോലെ തന്നെ ഈ ഭൂമിയും സോളാർ സിസ്റ്റമൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്, അതിനകത്തെങ്ങനെ അതുണ്ടായി. അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജീവൻ എങ്ങനെ ഉണ്ടായി. പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ റിഫ്ലക്റ്റീവായിട്ടുള്ള ജീവിതത്തിനെ പറ്റി കോൺഷ്യസ് ആകുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് ഇത്രയും വന്നത്. പിന്നെ നമ്മളെ ടച്ച് ചെയ്യുന്ന ചില സ്ഥലങ്ങളാണ് ഈ മനുഷ്യർ എന്ന് പറയുന്ന ജീവി സവിശേഷമായി എങ്ങനെ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യരെങ്ങനെ വ്യത്യസ്തരായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തുടക്കം എങ്ങനെയാണ്. അത് മനുഷ്യരുടെ കൃഷി എന്നാണ് കണ്ടുപിടിച്ചത്. അതുപോലെ നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറഞ്ഞാൽ സെപ്പറേറ്റ് നമ്മൾക്ക് ഒരു കാണാൻ പറ്റുന്ന സ്ട്രക്ചറലായിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു കിറാമുട്ടി പോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ പ്രപഞ്ചം, സോളാർ സിസ്റ്റം, ജീവൻ, ബോധം, സംസ്കാരം, ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് പിന്നെ ഞാൻ വായിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടാത്ത ശാസ്ത്രമൊന്നുമില്ല. എനിക്ക് ഈ ശാസ്ത്രമേ ഇഷ്ടമുള്ളൂ, ആ ശാസ്ത്രമേ ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും നിൽക്കത്തില്ല. ലോകത്ത് എത്ര ശാസ്ത്രം ഉണ്ടായിട്ടുണ്ടോ ആ ശാസ്ത്രം എല്ലാം നമ്മൾ ഈ ലോകത്തിനെയും ജീവിതത്തിനെയും പറ്റി മനസ്സിലാക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. എനിക്ക് ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം നമുക്കൊരു താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നും പറ്റത്തില്ല. സംസ്കാരം എന്ന് പറയുന്ന മേഖല അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വരും. ജീവനെപ്പറ്റി ആലോചിച്ചാൽ മുഴുവൻ ബയോളജിയും വരും. വസ്തുക്കളെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ
ഫിസിക്സ് മുഴുവൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിനെ പറ്റി സംസാരിക്കാനോ പറയാനോ നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും ശാസ്ത്രശാഖകൾ എന്താ ജീവൻ പോലെ പലതരത്തിൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. എന്ന് കാരണം അത്ര സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഈ പ്രപഞ്ചത്തിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഓരോന്നും അതിൻ്റെ സവിശേഷതയോടെ നിൽക്കുന്നതും എന്നാൽ അതിനെ തമ്മിൽ ഇണക്കി മനസ്സിലാക്കുന്നതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പലപ്പോഴും ആളുകളിങ്ങനെ നിങ്ങളെന്തിനാണ് ഈ അതൊക്കെ വായിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴും നമുക്ക് അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊന്നുമല്ല. ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു പോയാൽ ഇതിനെല്ലാം വേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ അത് കാണുന്നത്. അപ്പോൾ പഴയ കാലത്തെ ചരിത്രം, അപ്പോൾ പഴയ കാലത്ത് പഠിപ്പിച്ച പോലാന്നോ ചരിത്രം ഇന്ന് നമ്മൾ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ അറിവും അപ്ലൈ ചെയ്ത ചരിത്രമാണ് ഇന്നുള്ളത്. മറ്റേ ആണെങ്കിൽ പണ്ട് ഇംഗ്ലീഷിൽ കൺജക്ചർ എന്ന് പറയുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സങ്കല്പനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് നമുക്ക് ഒരു കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇപ്പം ഇപ്പോൾ കൺജക്ചർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഫോംഡ് കോൺസെപ്റ്റാണ്. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് പല അറിവുകളിനകത്തു നിന്നാണ് നമ്മളൊരു അഭ്യൂഹം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് നമ്മൾ പറയുന്നതും വെറുതെ സങ്കല്പിച്ചുണ്ടാക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻ്റാണത്. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നിന് അടിസ്ഥാനമില്ല എന്ന് തോന്നുമ്പോൾ മറ്റേതിനങ്ങനല്ല. പല ശാഖകളിലെ അടിസ്ഥാനത്തോടാണ്. ഇപ്പം ഞാനൊക്കെ ഈ മനുഷ്യർ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയെപ്പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണ് വയ്ക്കുന്നത്. അതിൻ്റെ കാലും വാലും ഒക്കെ പല സ്ഥലങ്ങളിലുള്ള പല ശാസ്ത്രശാഖകളിലും തൊട്ട് നിൽക്കുന്നതാണ്. അതും പണ്ട് അങ്ങനത്തെ അറിവുകളില്ലാതെ ആളുകൾ സങ്കല്പിച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ലോകങ്ങളുണ്ട്. അതല്ല, ഈ തരത്തിലുള്ള അറിവുകൾ മുഴുവൻ നമുക്ക് ആവശ്യമാണ് ലോകത്തിനെ മനസ്സിലാക്കാൻ. അപ്പം ലോകത്ത് ഏത് തരം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആളുകളുടെ അഭ്യൂഹങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ കൺജക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ സങ്കല്പിച്ച് കൂട്ടിയിരിക്കുന്ന പഴയ ആത്മീയത എന്ന് പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഫിലോസഫി എന്ന് പറഞ്ഞ് നിൽക്കുന്ന മേഖലയല്ല. അറിവിൻ്റെ നിറവ് കൊണ്ടുണ്ടായ സങ്കല്പനം, അതാണ് വ്യത്യാസം. എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ സംസാരിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഞാൻ അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഞാനൊരു ശാസ്ത്രം പഠിച്ച് പറയുന്ന ആളല്ല. ശാസ്ത്രം പഠിച്ചവർ പറയുന്നത് മനസ്സിലാക്കി ആ ദിശയിലേക്ക് വിരലി ചൂണ്ടി പറയുന്ന ഒരാൾ. അങ്ങനെയാണത് ഞാൻ നിൽക്കുന്നത്. അല്ല, അതുകൊണ്ട് അതിനകത്ത് എല്ലാവർക്കും അത് ആ ദിശ കണ്ടതിന് ശേഷം അവർ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അവരവർ പഠിക്കേണ്ടതും പറയേണ്ടതും ചിന്തിക്കേണ്ടതായി. ഇപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രം പഠിച്ച ആൾ അത് കറക്റ്റായിട്ട് പോയിൻ്റ് ഇത്രയാണെന്ന് പറയേണ്ടതുണ്ട്. നമുക്ക് 3 ലക്ഷം എന്ന് പറഞ്ഞാൽ മതി. അതേസമയത്ത് ഒരു പ്രൊഫസർ അത് പറഞ്ഞുകൂടാ. പ്രൊഫസർ 2,99,000 എത്രയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും അത് പറയേണ്ടതുണ്ടോ. ആ ചെറിയ വ്യത്യാസങ്ങളും കൂടെ കറക്റ്റ് ചെയ്ത് പറയുന്നതാണ് ശാസ്ത്രീയമായ അറിവ് കൊടുക്കുന്നത്. അപ്പം ഞാനൊക്കെ അങ്ങനെയല്ല. നമ്മൾ കൈ ചൂണ്ടിപ്പലക അങ്ങോട്ട് വിരൽ ചൂണ്ടി കാണിക്കുന്ന ഒരു ദിശ മാത്രമാണ് ഇതിനകത്തെല്ലാം പറയുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള അന്വേഷണവും പഠനവുമാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് അത് ഇൻ്റർനെറ്റ് പുസ്തകങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിച്ചു തന്നായിരുന്നു. അത് ആദ്യം ഈ ബുക്ക് എന്ന് പറയുന്ന സ്ഥലങ്ങൾ കിൻഡിൽ എൻ്റെ വായന. അപ്പോൾ പുസ്തകമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വായിക്കുന്നിടത്തേക്ക് മാറി. മാത്രമല്ല ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അവിടെ പേ ചെയ്ത് സ്റ്റുഡൻ്റ് ആകാൻ പറ്റും. പക്ഷെ അതല്ലാതെ അവരുടെ ഒരു മേഖലയുണ്ടാവും, അവർ ജനറൽ നോളജ് പോലെ എഴുതുന്നത്. അപ്പം യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യലായിട്ടുള്ള സീലുള്ള മേഖലയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റിനകത്ത് പോയി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളിൽ തന്നെ പോകണം.
അതൊരു പഠനമാണ്. ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോളജ് പ്രൊഡ്യൂസിങ് സ്ഥലങ്ങളിലാണോ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വായനയും പഠനവും ആരംഭിക്കുക എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉണ്ടായി വന്ന സമയത്ത് സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കണ്ടെത്താനുള്ളൊരു ഇത് വേണം. മറ്റല്ലെന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യനും ഇഷ്ടമുള്ളതൊക്കെ അതിനകത്ത് എഴുതി അവിടെ ഇടുന്നുണ്ടാവും. പിന്നെ അവരവരുടെ മുറിക്കകത്തിരുന്ന് അവരവരുടെ ഭിത്തിയിൽ എഴുതി വയ്ക്കുന്ന സാധനമാണ് ഇൻ്റർനെറ്റിലെല്ലാം കൂടെ കണക്ട് ചെയ്ത് കിട്ടുന്നത്. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇൻ്റർനെറ്റ്. അല്ലാതെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ എങ്ങാണ്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരുടെയും കമ്പ്യൂട്ടറും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആര് ഇൻ്റർനെറ്റിനകത്തേക്ക് എന്തിട്ടാലും എല്ലാം തമ്മിൽ അവൈലബിൾ ആക്കുന്നതാണ് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം യാഹൂവും വിൻഡോസ് എക്സ്പ്ലോററും ഒക്കെ ഉണ്ടായിരുന്നിടത്തേക്കാണ് പിന്നെ ഗൂഗിൾ കടന്നു വന്ന് അങ്ങ് ഡിഫറെൻ്റായിട്ട് ഇന്ന് നമുക്ക് ഒരു കാര്യം അറിയണമെന്നും പഠിക്കണമെന്നും ആഗ്രഹിച്ചാൽ ഏറ്റവും ചെറിയ അതിൻ്റെ സൂക്ഷ്മത വരെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇൻ്റർനെറ്റിനകത്ത് കയറി ഇനി നമുക്കൊരു യൂണിവേഴ്സിറ്റി പോലും ആവശ്യമില്ല. അത്ര വൈഡായിട്ട് നമുക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പഠനം ഞാൻ ഈ സമയത്താണ് ഈ പടമെടുത്ത് നടക്കുന്ന സമയത്ത് രാത്രികളിൽ മുഴുവനും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മാറുന്നുണ്ട്. അത് വഴി എഡ്ജ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞന്മാർ മാത്രം പരസ്പരം സംസാരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവരുടെ ഡിസ്കഷൻസിനകത്ത് അത് വായിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിലൊരു വിഷയത്തിനകത്ത് മിടുക്കനായ ഒരു ശാസ്ത്രജ്ഞൻ ഈ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ഗസ് വെച്ചും അല്ലാതെ ഇൻഫർമേഷൻസും വെച്ചിട്ട് ഒരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ മുകളിൽ സമാനമായ റിസർച്ച് ചെയ്യുന്ന ആളുകൾ നടത്തുന്ന ക്രിറ്റിക്സ് ഉണ്ട്. നമുക്ക് വായിച്ചാൽ ഒരു ക്രിറ്റിക് ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ഇൻഫർമേഷൻ കൊണ്ട് നമ്മളത് വായി പൊളിച്ച് കേൾക്കാനും വായിക്കാനും പഠിക്കാനേ പറ്റുള്ളൂ. അതേ സമയത്ത് അതേ മേഖലയിൽ തന്നെ റിസർച്ച് ചെയ്യുന്ന മറ്റുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ നോക്കാൻ പറ്റും. അവരതിനകത്ത് ക്രിട്ടിക്ക് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു വശവും കൂടെയൊക്കെ ആലോചിക്കേണ്ടതെന്ന് കാണുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഡിസ്കഷൻ നടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇൻ്റർനെറ്റിനകത്ത് ശാസ്ത്രം പഠിക്കുന്നവർ ഈ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ നടക്കുന്ന ഡിബേറ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ പോയി അത് ലിസൺ ചെയ്യുകയും കേൾക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം പെട്ടെന്നാണ് ഈ ഡോക്യുമെൻ്ററികൾ എല്ലാം സജീവമായി ഭയങ്കര വ്യത്യാസമാണ് ഒരു 15 വർഷം കൊണ്ട് ലോകത്ത് സംഭവിച്ചത്. 2005 ശേഷം സംഭവിച്ചിരിക്കുന്ന ലോകത്തുള്ള എല്ലാ അറിവും ആളുകൾ ഇപ്പം നമുക്ക് ടെഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഡിഫറെൻ്റായിട്ട് ആൾക്കാരിങ്ങനെ ഒരു 20 മിനിറ്റ് തൊട്ട് 15 മിനിറ്റൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻസ് പെട്ടെന്ന് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നത് ഡിബേറ്റുകൾ നടക്കുന്നത്, ഈ ഡോക്യുമെൻ്ററികൾ, സയൻസ് ഡോക്യുമെൻ്ററീസ് എത്ര എനിക്ക് തോന്നുന്നു എല്ലാ യൂണിവേഴ്സിറ്റി അവരുടെ സ്വന്തം സയൻസ് ഡോക്യുമെൻ്ററികൾ ഉണ്ടാക്കുന്നത്. വലിയ ഇനിയൊരിക്കൽ മനുഷ്യർക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിട്ടില്ലാത്ത നിലവാരത്തിൽ നമുക്ക് അറിവ് സമ്പാദിക്കാനും പിന്നെ അത് ഈ സിന്തസൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ഇതിനെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അതിനെ ഒരു ഫ്രെയിമിനകത്ത് കൊണ്ടുവന്ന് ഓരോന്നും അതിൻ്റെ ഘടകത്തിൽ എവിടെ വയ്ക്കണമെന്ന് അറിയുന്ന ഒരു അറിവ് അവരവരാർജിച്ചേ പറ്റും. അത് വേറെ വഴിയില്ല. അല്ലെങ്കിൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് കഷ്ണിച്ച് കിടക്കത്തേ ഉള്ളൂ. ഇതിനെ ഇണക്കി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ ഇണക്കി മനസ്സിലാക്കുന്ന ഒരു അറിവെന്ന് പറയുന്നത് ആധുനിക കാലത്ത് നമുക്ക് എവല്യൂഷണറി ആയിട്ട് ജീവിതത്തിനെ കാണുക എന്ന് പറയുന്നതാണ് ആവശ്യം. അത് ഞാൻ പുസ്തകം എഴുതുന്ന പ്രോസസ്സിനകത്തും പുസ്തകത്തിന് എഴുതിയതിന് ശേഷവും ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇൻ്റർനെറ്റിനകത്തെ അറിവിൻ്റെ ലോകമുണ്ടാകുക എന്ന് പറയും. ഇന്ന് ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ഞാൻ പറഞ്ഞതിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ആ മേഖലകളിൽ പോയിട്ട് വീണ്ടും നോക്കാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണോ, അതല്ല ഇതിനകത്ത് വ്യത്യാസങ്ങളോടെ നമുക്ക് നോക്കാനൊക്കെ മറ്റു വശങ്ങളുണ്ടോ, ഇതെല്ലാം ഇന്ന് ചെയ്യാൻ പറ്റും. ഈ ഒരു പഠനം തുടരുക എന്ന് പറയുന്നത് എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ്. ഇന്നിനി യൂണിവേഴ്സിറ്റികളിലെ അറിവ് നേടുക, അതൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് ജോലി മേടിക്കാനായിട്ട് അതിനെ ഉപയോഗിക്കുന്നുള്ളതല്ലാതെ പഠിക്കുന്നതിന് ഇനിയും നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ഇനിയും യാത്ര ചെയ്ത് പോയി ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോലിക്ക് പഠിക്കുന്നു എന്നുള്ളതേ ഞാൻ പറയുള്ളൂ.
അറിവ് നേടാനായിട്ട് ഇൻ്റർനെറ്റ് മതി എന്നുള്ളിടത്തായിട്ട് അത്രയും നന്നായിട്ടത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും അവരുടെ വിഷയങ്ങൾ പറയുകയും അത് പ്രസൻറ്റ് ചെയ്യുന്ന സയൻസ് പോപ്പുലറായിട്ട് അവതരിപ്പിക്കുന്ന ലോകത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള മേഖലകളിനകത്ത് ഒരാൾ സയൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ലാബ് റിസർച്ച് ഒക്കെ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എവിടെയാണോ ഇപ്പോൾ ജിയോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ കാട്ടിലും കടലിലും പോയി നോക്കി പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകാശത്ത് ആസ്ട്രോണമിയാണോ ആസ്ട്രോഫിസിക്സ് പഠിപ്പിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസേഷന് മാത്രമേ ആ നിലവാരത്തിൽ ഇനി ആവശ്യമുള്ളൂ. ജനറൽ അറിവിന് ഇൻ്റർനെറ്റ് മതി. ഇതൊരു ഭയങ്കര ഒരു ഫ്രീഡമാണ് എന്നെ പോലുള്ളവർക്ക് ജീവിതത്തിനെ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള സ്ഥലം.